റിപ്പീറ്റ് വൺസ് അഗൈൻ. ഹൈക്കോടതി അഡ്വക്കേറ്റ് CK ശ്രീജിത്തിന്റെ ഓഫീസിൽ നിന്നാണ്, എറണാകുളത്ത് നിന്നാണ്. പറയാം. എന്താണെന്ന് വെച്ചാൽ ചെറിയ ബജാജ് ഫിനാൻസ് ഒരു ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാത്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു അടക്കാതിരുന്നത്? അതെ, അത് അടച്ചുകൊണ്ടിരിക്കുമ്പോ ഒരടവ് തെറ്റി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബജാജ് ഫൈനാൻസ് ബജാജിന്റെ കാർഡും ഒക്കെ ബ്ലോക്ക് ചെയ്തു. 2 സിവിൽ സ്കോർ മൈനസ് ആവുന്നു. പിന്നെ ആരൊക്കെ അന്വേഷിച്ചു വരുന്നു. അങ്ങാടികളിൽ ഫോട്ടോ കാണിച്ചിട്ട് ബലാത്സംഗ പീഡന കേസിലെ പ്രതികളെ അന്വേഷിക്കും പോലെ, പോലീസുകാർ അന്വേഷിക്കും പോലെ അന്വേഷിക്കുന്നു. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത കോലത്തിലായി. നമ്മളിപ്പോ ശ്രീപീഡന കേസിലെ പ്രതിനെ പോലൊക്കെ ആയി. ഒരു അടവ് 2 ദിവസം തെറ്റുമ്പോഴേക്കേ. അപ്പൊ ബജാജ് ഫൈനാൻസ് പിന്നെ നമ്മുടെ ലോകം തന്നെ കടത്തിലാണ്, ഇന്ത്യ കടത്തിലാണ്, മൊത്തത്തിൽ വെള്ളത്തിലാണ്. എല്ലാ ലോണും തെറ്റാണ്. കോടാനുകോടി റുപ്യ കട്ടുപിടിച്ചിട്ട് സഹകരണ സംഘങ്ങൾ വാഴുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഒറ്റ അടവ് 2000 രൂപ 2500 രൂപന്റെ ഒരു അടവ് തെറ്റുമ്പോഴേക്കും 2-3 ദിവസം കൊണ്ടൊക്കെ കൂടി പിന്നെ നാട് കുലുക്കി വെടിവെച്ച് ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ, അങ്ങനെ നാട്ടില് പോക്കറ്റ് ലാഷർ ക്ഷീണാണെങ്കിലും നാട്ടിലൊരു ക്ലീൻ ഇമേജ് കൊണ്ടെടുക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക, കാർഡ് ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഏതൊക്കെ ഒരു ദിവസം തന്നെ 600 കോള്, അതിൽ കൂടുതലും പെണ്ണുങ്ങളെ കോളാണ്. പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നാൽ വൃത്തികെട്ട സംസ്കാരവുമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അടവ് തെറ്റി 3 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ട് കേസെടുക്കും, തൂക്കിക്കൊല്ലും, അങ്ങനെയുള്ള ഭീഷണി വേറെ. ഒറ്റ അടവ് ഒരു 2500 രൂപന്റെ അടവ് 2 ദിവസം തെറ്റുമ്പോഴുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഫ്രം ബജാജ് ഫൈനാൻസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ കിടന്നുപോയത്. ഓ അതെ അല്ലേ. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കഴിഞ്ഞ മാസം വരെ അവരെ കയ്യിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ 2-ാം തീയതി വന്നു. അപ്പൊ ഇവിടുന്ന് ചേർന്ന് വേറൊരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് നമ്പർ ഔട്ട് ഓഫ് സർവീസ് ആയിരുന്നു. അപ്പൊ ഇതിപ്പോ ലീഗലായിട്ട് പോവുകയാണോ ചെയ്യുന്നത്? കേൾക്കുന്നില്ലേ? ഹലോ, കട്ടായോ? അപ്പൊ അത് ലീഗലായിട്ട് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, ലീഗലായിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പോണത്. നമ്മളിപ്പോ ലീഗലായിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. ലീഗലായിട്ടാണല്ലോ നിങ്ങൾ എന്നോട് ഫോൺ ചെയ്യുന്നു, ഞാൻ സംസാരിക്കുന്നു. അതിനിടയ്ക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് വരുന്നത് എവിടാ? ഒരു 2 ദിവസം കൊണ്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഫ്രം ബജാജ് ഫൈനാൻസ് ഉണ്ടായി പലതവണ. അതായത് ഞാൻ പറഞ്ഞില്ല, ഫോട്ടോ കാണിച്ചിട്ട് നാട് മുഴുവൻ അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേസ് എന്ന് പോലും പറഞ്ഞില്ല. ഒരു അടവ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാം, ഓക്കെ, കുഴപ്പമില്ല. ഒരു 5-8 ആളുകൾ വന്ന് ഫോട്ടോ കാണിച്ച് അന്വേഷിച്ച് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന അങ്ങാടികളിലും നമ്മൾ റിസൈഡ് ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ രാജാവായി നിൽക്കുന്ന സ്ഥലത്തും ഒക്കെ പോയിട്ട് പട്ടിയാക്കിയിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ പിന്നെ അതിലും തീരുന്നില്ല. പിന്നെ ഏതൊക്കെയോ പെണ്ണുകൾ പൂനെന്ന്, ഉഗാണ്ടെന്ന്, മഹാരാഷ്ട്രന്ന്, പിന്നെ അമേരിക്കയിൽ നിന്ന് ട്രംപാന്താക്കിയാണ് ആളെ. ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ വിളിച്ചു ഈ ഒരു ലോണിന്റെ പേരിൽ 60 കോൾ വേറെ വരും. 60 ക്യാരക്ടർ, 60 സ്റ്റൈൽ ഓഫ് വേർഡ്സും ആയിട്ട്. ഓക്കെ, ക്യാൻ യു ഹിയർ മീ? ഹലോ, നിങ്ങൾ അവിടെ ഇല്ലേ? കേൾക്കുന്നില്ല തോന്നുന്നു അല്ലേ? ഹലോ.